ഈ 2020 ഭരണസമിതി പാവങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സെറ്റിൽമെൻറ്റ് ഉന്നതിയിലെ ഈ സംഭവത്തിലൂടെ കാണുന്നത്. നമസ്കാരം. 2015 കാലഘട്ടത്തിലാണ് ശ്രീ AK ആന്റണിയുടെയും എൻ്റെയും പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് എഴിപ്രം സെറ്റിൽമെൻറ്റ് ഉന്നതിയിലെ ആളുകളുടെ ആവശ്യത്തിന് വേണ്ടി അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത്. ആ കമ്മ്യൂണിറ്റി ഹാൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സമയത്ത് 2020 ഐക്യനാട് പഞ്ചായത്തിലെ ഭരണം ഏറ്റെടുക്കുകയും പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റുകയുമാണ് ചെയ്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ സമരം നടത്തിയുണ്ടായി. സാധാരണ പാവങ്ങൾക്ക് മറ്റു സ്ഥലത്ത് പോയി വാടകയ്ക്ക് ഒരു ചടങ്ങ് നടത്താൻ ബുദ്ധിമുട്ടുള്ള ആളുകളായതുകൊണ്ട് അവർക്കത് തുറന്നു കൊടുക്കണമെന്നും പ്ലാസ്റ്റിക് മാലിന്യം മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് അവിടെ നടന്നത്. 2020 ഭരണസമിതി ധിക്കാര സമീപനമാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറി എന്ന ഉദ്യോഗസ്ഥനും ആ കാര്യത്തിൽ യാതൊരു മര്യാദയും ഈ വിഷയത്തിൽ കാണിച്ചില്ല. ഈ സെറ്റിൽമെൻറ്റ് ഉന്നതിയിൽ നിന്നും ഈ മാലിന്യം നീക്കില്ല എന്നുള്ള നിലപാടെടുത്തപ്പോഴാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ട്രേറ്റിൽ കൂടിയ ജില്ലാ വികസന സമിതി യോഗത്തിൽ സ്ഥല MLA എന്നുള്ള നിലയിൽ ഞാൻ ഈ വിഷയം ഉന്നയിക്കുകയും ബഹുമാനപ്പെട്ട കലക്ടർ അപ്പോൾ തന്നെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യം അടിയന്തരമായി അവിടുന്ന് നീക്കി പഴയതുപോലെ തന്നെ എഴിപ്പുറം സെറ്റിൽമെൻറ്റ് ഉന്നതിയിലെ ആളുകൾക്ക് തുറന്നു കൊടുക്കുവാൻ ഉത്തരവ് നൽകുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അധികം വൈകാതെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടുന്ന് നീക്കം ചെയ്യും. ഈ 2020 ഭരണസമിതി പാവങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സെറ്റിൽമെൻറ്റ് ഉന്നതിയിലെ ഈ സംഭവത്തിലൂടെ കാണുന്നത്. അവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ ശബ്ദം ഇവരാരും കേൾക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇവരുടെ ശബ്ദമായി ഇനിയും MLA എന്നുള്ളതിൽ ഞാനും ഉണ്ടാകും. അതുകൊണ്ട് ഇതിനെ ഉത്തരവിട്ട കലക്ടറോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.